ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ട്വീറ്റ് ഹെഡ്സ് കറങ്ങാൻ പോവുകയാണ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രെയിറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ തന്നെ 2 കുട്ടിപ്പട്ടാളംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്വീറ്റ് ഹെഡ്സിലേക്ക് പോകാനാണ് പ്ലാൻ. സോ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു കഫേയിലോട്ടാണ് എല്ലാവരും പോകുന്നത്. ഞങ്ങൾ രാവിലെ വന്നപ്പം വലിയ തിരക്കില്ലായിരുന്നു, ബട്ട് റിസർവേഷൻ ചെയ്യുന്നതായിരിക്കും നൈസ്. നമുക്ക് നല്ല വ്യൂ ഉള്ള സീറ്റിംഗ് കിട്ടണമെങ്കിൽ. ഇത് പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് ഏരിയയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ ഇപ്പം വിൻ്റർ സീസണും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വിൻഡിയും കൂടെ ആയിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. പുറത്തുള്ള സീറ്റുകളെല്ലാം ഓൾമോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നു, എല്ലാവരും അകത്ത് തന്നെയായിരുന്നു ഇരുന്നത്. സോ ഞങ്ങളും അകത്തെ ഡൈനിങ് സ്പോട്ടാണ് എടുത്തത്. എല്ലാവരും കാപ്പിയും ഹോട്ട് ചോക്ലേറ്റും ഫ്ലാറ്റ് വൈറ്റൊക്കെ ഓർഡർ ചെയ്ത് നല്ല സുഖമുണ്ടായിരുന്നു ഇത്രയും തണുപ്പത്ത് നല്ല ചൂട് കാപ്പി കുടിക്കാൻ. അതിനുശേഷം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് പ്രസൻറ്റേഷൻ ഓൾസോ വാസ് ഗുഡ്. സോ ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ ടേസ്റ്റി. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാൻ ഓർത്തു. ഈ സ്പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു എസ്തറ്റിക് വൈബാണ് നമുക്ക് തോന്നിയത്. സോ ഇവിടെ ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുവാണ്. കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് കാണാം. അങ്ങനെ ഫൈനലി ട്വീറ്റ് ഹെഡ്സ് എത്തിയിരിക്കുകയാണ്. ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന്. ഞങ്ങളിവിടെ ട്വീറ്റ് ഹെഡ്സിലാണ് താമസിക്കുന്നത്. ബ്രിസ്ബൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. ട്രാഫിക് ഉണ്ടെങ്കിൽ അത്യാവശ്യം 2 മണിക്കൂറോളം അതുണ്ടാവും. സോ ട്വീറ്റ് ഹെഡ്സിൻ്റെ ഒരു പ്രത്യേകത നോർത്തേൺ മോസ്റ്റ് ന്യൂ സൗത്ത് വെയിൽസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ QLD ന്യൂ സൗത്ത് വെയിൽസ് ബോർഡറിലാണുള്ളത്. നമുക്ക് ഇപ്പോൾ ഡേ ലൈറ്റ് സേവിങ്സ് ഒക്കെ വരുമ്പം നല്ല കൺഫ്യൂഷനാണ്. നമുക്ക് ന്യൂ സൗത്ത് വെയിൽസിൽ നിന്ന് QLDയിലോട്ട് പോകുമ്പോൾ ടൈം മാറുന്നത് നമുക്ക് ആ ടൈമിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് ഡിബ അല്ലെങ്കിൽ ദുരംബ ബീച്ച് പോയിൻറ്റിലാണ്. സോ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, ഇത് ന്യൂ സൗത്ത് വെയിൽസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ അപ്ഹില്ലോട്ട് പോയാൽ QLDയിലെത്തും. സോ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ട്വീഡ് റിവറാണ്. ഈ ട്വീഡ് റിവർ മീറ്റ് ചെയ്യുന്നത് ഓഷ്യനിലേക്കാണ്. സോ പസഫിക് ഓഷ്യനിലോട്ടാണ് പോകുന്നത്. ഈ ബീച്ച് സർഫിങ്ങിനും ഭയങ്കര ഫേമസ് ആണ്. സമ്മർ ടൈമിലൊക്കെ നമുക്കിവിടെ ഭയങ്കര തിരക്കായിരിക്കും, സർഫേഴ്സ് ആയിരിക്കും കൂടുതലുള്ളത്. ഇന്ന് പിന്നെ അത്യാവശ്യം വിൻഡിയും പിന്നെ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ആൾ കുറവായിരുന്നു. ഇതാണിപ്പം നമ്മൾ കാണുന്ന ട്വീഡ് റിവറും ഓഷ്യനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ കുറച്ച് നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. ഇതിപ്പം നമ്മൾ കുളങ്ങട്ട സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ റെയിൻബോ ബേ ബീച്ചിലേക്കാണ് നമ്മളിപ്പം നടന്നു പോകുന്നത്. ഈ ഏരിയയിലൊക്കെ ജസ്റ്റ് നമുക്കൊരു വാക്കിനൊക്കെ പോകാനും നൈസാണ്. ഇതിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. സോ ഒരു 10 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു നമുക്ക് റെയിൻബോ ബേയിലോട്ട്. ഇവിടെ പിന്നെ അടുത്തടുത്ത് തന്നെ നമുക്ക് കുറേ പ്ലേ ഗ്രൗണ്ട്സും ഉണ്ട്. പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, പിന്നെ ഇത് രണ്ടും വിടില്ലല്ലോ. സോ ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. നമ്മൾ പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല. ഇന്ന് അത്യാവശ്യം വിൻഡി ആയതുകൊണ്ട് ബീച്ചിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നുമില്ലായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്നാപ്പർ റോക്സ് ആണ്. ഇത് റെയിൻബോ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ്. പണ്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് നിന്നുണ്ടായ ഒരു നാച്ചുറൽ റോക്ക് ഫോർമേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ എപ്പോഴും ടൈഡും വേവ്സും കൂടുതലാണ്. സോ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഡൈവേഴ്സും സർഫേഴ്സിന് മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ.
ഈ ഒരു സ്പോട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കുറേ വെയിൽസിനെയും ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റും. സോ ഈ ഒരു ടൈമിൽ കുറേ പേരും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30-2 മണിയായി. എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങി. സോ ഇനി ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അവിടെ പോയി നമുക്ക് ലഞ്ച് അടിക്കാം. നമ്മളിപ്പം വന്നിരിക്കുന്നത് ഐവറി വാട്ടർ സൈഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ വാട്ടർ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. സോ ഇവിടെ പബ്ബും ഉണ്ട്, ബിസ്ട്രോ ഉണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് ബോട്ടും ക്രൂസും ഒക്കെ ഹയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ക്രൂസ് നമുക്ക് ഇവിടെ തന്നെ ഹയർ ചെയ്യാം. ഇപ്പം കാണുന്നത് ട്വീഡ് റിവറാണ്. ഇവിടെ മെയിൻലി ഉള്ളത് സീ ഫുഡും പിന്നെ പിസ്സാസ് ആൻഡ് ബർഗേഴ്സൊക്കെ ഉണ്ട്. പിന്നെ വീക്കെൻഡ് സ്പെഷ്യലൊക്കെ അവർ ഓരോന്ന് ഇറക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ ബട്ടർ ചിക്കൻ ആൻഡ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് ഫിംഗിൾ ഹെഡ് ലൈറ്റ് ഹൗസാണ്. സോ ലൈറ്റ് ഹൗസിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ്സ് വാക്ക് ഉണ്ടാകും. ഒരു ഫോറസ്റ്റ് റൂട്ടും കൂടെയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല മഴയും കൂടെ തുടങ്ങിയായിരുന്നു. ഇത് ലോക്കൽസിൻ്റെ ഒരു ഹിഡൻ ജെമ്മും കൂടെയാണ്. അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഇതിലേക്കൂടെയൊക്കെ നമ്മൾ നടക്കുമ്പം ശരിക്കും നാട്ടിൽ കൂടെയൊക്കെ ഒരു പോയൊരു ഫീലാണ്. ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഫിംഗിൾ ഹെഡ് ലൈറ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. ഇതിന് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള ആക്സസും കൂടെ ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ബീച്ചിലോട്ട് പോവാതെ നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നത്. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ ലൈറ്റ് ഹൗസിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു വൈൽഡ് ലൈഫ് ഹോട്ട്സ്പോട്ടും കൂടെയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് സീയിലേക്ക് നോക്കിയാൽ നമുക്ക് ഡോൾഫിൻസും വെയിലിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു റോക്ക് ഫോർമേഷനും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഫിംഗിൾ ക്ലിഫിലേക്കാണ്. സോ ഈ ക്ലിഫിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഹെക്സഗണൽ ഷേപ്പിലുള്ള റോക്ക് ഫോർമേഷൻ കാണുന്നത്. ഈ ഒരു ഫോർമേഷൻ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയാസ് ജയൻറ്റ്സ് കോസ്വേ എന്ന് പറഞ്ഞിട്ടാണ്. സോ നമ്മളങ്ങ് ദൂരെ കാണുന്നത് മൗണ്ട് വുളുമ്പൻ എന്ന് പറയുന്ന മൗണ്ട് വാർണിംഗ് എന്നും പറയും. ഇവിടെ അണ്ടർ വാട്ടർ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിരുന്ന ടൈമിൽ ഉണ്ടായ ഹെക്സഗണൽ ഷേപ്പ് ഉള്ള റോക്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫൈനലി പാക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തു. സോ അങ്ങനെ നമ്മുടെ കുട്ടി ട്രാവൽ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.